വീടുകളിൽ 2 കുറ്റിയും 3 കുറ്റിയും ഒക്കെ സ്പെയറുള്ള ആൾക്കാരുണ്ട്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറ്റി തീരും. പിന്നീട് നമ്മുടെ പഴയ ഏർപ്പാടായിട്ടുള്ള വിറകടുപ്പിലേക്ക് പോകേണ്ടി വരും. വിറകടുപ്പിലേക്ക് പോയി 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 അവസാനം ആഹ്, നമുക്ക് നാട്ടിലുള്ള വിറകുകളല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കാശ് കൊടുത്ത് വിറക് മേടിക്കേണ്ടി വരും. എന്നാലും പല പല ഐറ്റംസ് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഇന്നത്തെ ഒരു കാലത്ത് വിറകടുപ്പ് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നണില്ല. ഈ ഗൾഫ് കൺട്രിയിലുള്ള യുദ്ധങ്ങൾ പല പല സ്ഥലങ്ങളിൽ ആദ്യത്തെ ഒരു സംഭവം നടന്നത് റഷ്യയും ഉക്രൈൻ ആ ഒരു സംഭവം അവിടെ നടന്നിരുന്ന സെലൻസ്കി ആയിട്ടുള്ള ആ പ്രശ്നം ഓർമ്മയില്ലേ? ആ ഒരു പ്രശ്നത്തിലാണ് ആദ്യത്തെ തുടക്കം തുടങ്ങിയത്. ഇതൊക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും നടക്കാതിരിക്കട്ടെ. അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഹ്, ഈ കാണാവുന്ന ക്രൈസിസ് ഒന്നും അല്ലാണ്ടായി മാറും. പണ്ട് കാലത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു പട്ടിണിയും പരിവട്ടമൊക്കെ നമ്മുടെ ഇന്ത്യയിലും നടന്ന് ഏഹ്, വരും ഇനി. ഇനി അതാണ് സംഭവിക്കാൻ പോണത്. കാരണം ജസ്റ്റ് ഒരു ഷിപ്പ് തടഞ്ഞ് ജസ്റ്റ് അവിടെ ആ ഒരു കടലിടുക്ക് തടഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ ഈ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഏഹ്, ചെന്നെത്തിപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കാർക്കും ഇപ്പോൾ ഒരു വോട്ടിംഗ് സംഭവമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇന്ന യുദ്ധം മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ഇന്ന യുദ്ധം അത് അവിടെ നിന്ന് മാറട്ടെ എന്ന് അഭിപ്രായം പറയാനായിട്ട് നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോമൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ. നമുക്ക് ഉള്ള മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്നിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ പറയാം. യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ പറയാമെന്നുള്ളൂ. അപ്പോൾ ഈ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്കൊരു വോട്ടിംഗ് പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഏഹ്, പല പല യുദ്ധങ്ങളിൽ അനുഭവിച്ച കഥകളും പല പല സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ പല പല വീഡിയോസിലൂടെയും മറ്റു പല പല വാർത്തയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബഹ്റൈനിലും അവിടെ ഇവിടെയൊക്കെ എന്താ കുവൈറ്റിലൊക്കെ ബോംബിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ എത്രത്തോളം നമ്മുടെ ഒരു ഭക്ഷണത്തെ ബാധിക്കുന്നു എന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇവിടെ യുദ്ധം കടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഞ്ഞി വെക്കാൻ പോലും സമയം കിട്ടാത്ത സ്ഥിതികൾ വരും. മനസ്സിലായോ? ഈ മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഇന്ത്യ മാറി നിൽക്കും. ഇന്ത്യക്കൊന്നും പറ്റില്ല. ഇന്ത്യ അവരുടെ തല്ല് കണ്ട് നിൽക്കാം. അവരുടെ യുദ്ധം കണ്ട് നമുക്ക് എന്നിട്ട് മാറി നിൽക്കാം. എന്തൊക്കെ വന്നാലും ക്രൈസിസ് അല്ലേ. അത് നമുക്ക് ഒരു 25 ദിവസം കൂടി നിൽക്കാനായിട്ടുള്ള പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഓയിലും ഇന്ധനവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. പക്ഷേ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ യുദ്ധം മൂർച്ഛിക്കുമ്പോൾ യുദ്ധത്തിലേർപ്പെടുന്ന ആൾക്കാരെ സംബന്ധിക്കുന്ന അവരുടെ കൂടെയുള്ള അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മോദി. അപ്പോൾ സഹായിക്കേണ്ടി വരും. എന്തിരുന്നാലും സഹായിക്കേണ്ടി വരും. സഹായം പിന്നെ നമ്മൾ അതിൻ്റെ ശത്രുക്കളായി മാറും. പിന്നെ ഇന്ത്യയിലേക്ക് ആ യുദ്ധം ഏറ്റുപിടിക്കേണ്ടി വരും. ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞ കാര്യമല്ല. ഇത് ഇന്നും ഇന്നലെയും പ്രവചിച്ച കാര്യമല്ല. ഇത് മുന്നേ നോസ്ട്രഡാമസ് എന്ന് പറഞ്ഞ ഒരാൾ മുന്നേ പ്രവചിച്ച് വെച്ചിട്ടുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം വരും എന്നും പറഞ്ഞിട്ട്. കാരണം പുള്ളി പറഞ്ഞത് ഫസ്റ്റ് അവിടെ ഇവിടെ ചിലയിടങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ചിലയിടങ്ങളിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ സംഭവിക്കും. ആ യുദ്ധം ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു കൊല്ലപ്പെടും. ഒരു വ്യക്തി കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്ന വ്യക്തി മൂലം പിന്നീട് അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറും. ആ വ്യക്തി ആയിരുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം നടക്കും. അപ്പോൾ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും മാറാനായിട്ട് ഇടവരരുതേ എന്നാണ് ഞാനിപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാതെ വേറെ വഴിയില്ല. കാരണം നമുക്ക് ഒരു ഓപ്ഷൻസ് ഇല്ല. ഇതിനെ എതിർക്കണം എന്ന് പറയാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിർത്ത് എന്ന് പറയാനായിട്ടോ അവിടെയുള്ള
മുസ്ലിംസ് കൺട്രീസ് തമ്മിലുള്ള അവിടെ യുദ്ധം, നമുക്കൊന്നും അതിനകത്ത് ഇടപെടാനോ ഒന്നും കാര്യമോ നടക്കില്ല. കാരണം ബട്ട് ഓൾസോ നമ്മളാണ് അവിടെ നിന്ന് ഇന്ധനം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൈസിസ് നടക്കണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് പറയാൻ സാധിക്കുള്ളൂ. പ്രവചനങ്ങളൊന്നും ഫലിക്കാതിരിക്കട്ടെ എന്ന് എനിക്കിപ്പോൾ ഈ നിമിഷത്തിൽ പറയാൻ സാധിക്കുള്ളൂ. എൻ്റെ വിഷമം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബൈ.